പൊന്മടകം സ്വീകരിക്കുകയാണ്. ഈ ലോങ് മാർച്ച് എന്നിതാ സാഹിത്യ നഗരിയായ കോഴിക്കോടിലെ ചരിത്ര മണ്ണിലൂടെ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. കേരളത്തിലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുല്യ ജോലിക്ക് തുല്യ പെൻഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NPS ജീവനക്കാരുടെ സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ജീവനക്കാരുടെ പ്രതിഷേധം, ജീവനക്കാരുടെ പ്രതിഷേധം, ജീവനക്കാരുടെ പ്രതിഷേധം. ഇവിടെ വന്നിട്ടുള്ള ആർക്കെങ്കിലും 1000 രൂപ കൊണ്ടൊരു മാസം കഴിയാമെന്നുള്ള ഉറപ്പ് ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? പക്ഷെ ഇതറിയാത്ത 20,000 പേര്, കോഴിക്കോട് ജില്ലയിൽ 20,000 പേരെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള 200 250 പേരുള്ളത്. അവരോട് നമുക്ക് ചോദിക്കാനുള്ളതാണ്, 1000 രൂപ കൊണ്ട് ഈ കാലത്ത് ഏത് രീതിയിലാണ് നമ്മൾ ചെലവ് നടത്തുക? ഓണക്കാലമാണ് വരാൻ പോകുന്നത്. മലയാളിയുടെ ദേശീയോത്സവമാണ് ഓണം. ലോകത്തിന്റെ നാനാദിക്കിലും ദശലക്ഷക്കണക്കിന് മലയാളികൾ ആഘോഷിക്കാൻ വേണ്ടി പോവുക. സർക്കാർ ജീവനക്കാരായ ഈ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് തീയതി 23, നിങ്ങളുടെ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ അവശേഷിക്കുന്നുണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്? അധ്യാപകരുടെ ജീവനക്കാരെ അണിചേരൂ പറഞ്ഞ് ഒഴിഞ്ഞു മാറൽ, അല്ലെങ്കിൽ നോട്ടീസ് കൊണ്ടുപോകുമ്പോൾ വേഗം എണീറ്റ് പോകൽ തുടങ്ങിയ രീതിയിലൊക്കെയാണ് പ്രതികരിക്കുക. മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത് ഈ സമരം വിജയിക്കുമോ എന്നാണ്. മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരമല്ല ഞങ്ങൾ അധികാരത്തിൽ ജോലിക്ക് കയറി, അപ്പൊ അതിൽ പറയുന്നല്ലോ പങ്കാളിത്ത പെൻഷൻ പങ്കാളിത്ത പെൻഷൻ ആണ് എന്ന്, പിന്നെ ഞങ്ങൾ എന്തിനാ സമരം ചെയ്യുന്നത് തുടങ്ങിയ കുറെ ചോദ്യങ്ങളായിട്ടാണ് അവർ ഞങ്ങളെ എതിരേൽക്കുന്നത്. ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെ എതിർപ്പൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം അവർ കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. പല ഓഫീസിലും കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊണ്ടൊരു സ്കൂളിൽ പോയ സമയത്ത് പ്രിൻസിപ്പലിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവിടെയുള്ള NPS പെട്ട ടീച്ചർമാരെ രജിസ്റ്റർ എടുത്തിട്ട് വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. ആ വിളിച്ചു വരുത്തിയിട്ട് അവരോട് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ ശേഷം ആ പ്രിൻസിപ്പൾ അവരോട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, ഈ സമരത്തിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും, അതല്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ആ പ്രിൻസിപ്പൽ ടീച്ചർ അവരോട് പറഞ്ഞത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലോങ് മാർച്ച് ഇന്ന് 7ാമത്തെ ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നും ഓർമ്മയുള്ളത് 2018 ഓഗസ്റ്റ് 15. 2018 ഓഗസ്റ്റ് 15 പ്രളയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രളയമായിരുന്നു. എറണാകുളം ജില്ലയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ സമയത്ത് കൊയിലാണ്ടിയിൽ വെച്ചൊരു യോഗം നടക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ ജില്ലാ രൂപീകരണ യോഗമായിരുന്നു അത്. പ്രളയത്തിൽ എൻ്റെ വീട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ യോഗം നടക്കുന്നു, വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുന്നു. ആ സമയത്താണ് ഈ ജില്ലാ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് ഈ ജില്ലാ കമ്മിറ്റി വളർന്ന് ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ സാധിച്ചത്
ആ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ 2013 ഏപ്രിൽ മുന്നേ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ നിരവധി സമരങ്ങൾ നടന്നു. 22 ദിവസത്തെ സമരങ്ങളൊക്കെ നടന്ന ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചരിത്രത്തിന്റെ ഒരു ഭാഗമായ ആളുകൂടിയാണ് ഈ നിൽക്കുന്ന ആൾ. ഞാൻ സർക്കാർ സർവീസിൽ ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ട് അന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആ സമരത്തിൽ പങ്കെടുക്കണമെന്നും ആ സമരത്തിൽ ജീവനക്കാരെ കയറ്റാതിരിക്കുവാനും വേണ്ടി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ പങ്കാളിത്ത പെൻഷൻ കേരളത്തിൽ നടപ്പിലാക്കുവാൻ സാധിച്ചില്ല. 2013 ഏപ്രിൽ 1 വീണ്ടും ഇത് നടപ്പിലാക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചപ്പോൾ ഇവിടെ 7 ദിവസം സമരങ്ങൾ നടന്നു. ശക്തമായ സമരമായിരുന്നെങ്കിലും 6-ാം ദിവസമായപ്പോഴേക്ക് ജീവനക്കാർ കുറച്ച് കയറി തുടങ്ങി. ആ സമരം പാളിപ്പോകുമെന്ന് കണ്ടപ്പോൾ അവസാനം ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആ ചർച്ചയിൽ അന്ന് സർക്കാർ ഒരു തീരുമാനം അറിയിച്ചത് 2 ഉപാധികളാണ് അവിടെ വെച്ചത്. ആ ഒരു ഉപാധി നിലവിലെ സ്റ്റാറ്റ്യൂട്ട് പെൻഷൻ അഴിച്ചു പണിതുകൊണ്ട് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന വിധത്തിലേക്ക് സർക്കാരിന് സാമ്പത്തിക നഷ്ടമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നായിരുന്നു. രണ്ടാമത് നിർദ്ദേശിച്ചത് 2013 ഏപ്രിൽ 1 മുതൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കും പുതിയ ജീവനക്കാർ. ഇതിൽ ഏത് വേണമെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് അവിടെ ഉണ്ടായ തീരുമാനം. ഞങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ 2013 ഏപ്രിൽ 1 മുതൽ ജീവനക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ചോ എന്ന തീരുമാനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞത്. കാരണം ആ ഉത്തരവില് KSR പാർട്ട് 3 ഉൾപ്പെട്ട മുഴുവൻ ജീവനക്കാരും ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞില്ല.